പ്രവാസികൾക്കായി സന്തോഷ വാർത്ത വീണ്ടും വന്നിരിക്കുന്നു. പ്രവാസികളെ ഇതിലെ യാത്രക്കാർക്ക് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും നിധിവേട്ട ഉൾപ്പെടെയുള്ള മത്സരങ്ങളുമായി RTA വന്നിരിക്കുകയാണ്. പൊതുഗതാഗത ദിനം ആഘോഷം ഗംഭീരമാകുന്നു. വരും ദിവസങ്ങളിൽ RTAയുടെ 14ാം വാർഷികം കൂടി പ്രമാണിച്ചാണ് ആഘോഷം. 11 ദിവസം നീളുന്ന ആഘോഷം നവംബർ 1-നാണ് ആരംഭിക്കുക. ദുബായ് ട്രാമിന്റെ 5ാം വാർഷികം കൂടിയായ 11-നാണ് സമാപനം. യാത്രക്കാർക്കായി നിധിവേട്ട, ഓട്ട മത്സരം എന്നിവയെല്ലാം നടത്തുന്നുണ്ട്. ദുബായ് വാട്ടർ കനാൽ ആണ് മത്സരങ്ങൾ നടക്കുക. ഇതിന് പുറമെ യാത്രക്കാർക്കായി നറുക്കെടുപ്പും നടത്തുന്നുണ്ട്. സ്വർണ്ണക്കട്ടി ഉൾപ്പെടെയാണ് സമ്മാനങ്ങൾ. മികച്ച ഗതാഗതം മെച്ചപ്പെട്ട നാളേക്ക് എന്ന പ്രമേയത്തിലാണ് ദിനാഘോഷങ്ങൾ. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച യാത്രക്കാരെ അനുമോദിക്കുന്ന ചടങ്ങുമുണ്ട്. സുസ്ഥിര വികസനത്തിനും നല്ല പരിസ്ഥിതിക്കുമായി പൊതുഗതാഗത സംവിധാനം പരമാവധി ഉപയോഗിക്കുക എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും ആഘോഷം പ്രയോജനപ്പെടുത്തുമെന്ന് RTA ഡയറക്ടർ ജനറലും ചെയർമാനുമായ മാത്തർ അൽ തായർ അറിയിച്ചിട്ടുണ്ട്. RTA നേട്ടങ്ങൾ: ദുബായ് മെട്രോ 75 കിലോമീറ്റർ ദീർഘിപ്പിക്കുന്ന ജോലികളടക്കം RTA ഏറ്റെടുത്ത് നടപ്പിലാക്കി. 47 സ്റ്റേഷനുകൾ നിർമ്മിച്ചു. ദുബായ് ട്രാം 11 കിലോമീറ്റർ ദൂരത്തിലുണ്ട്. 11 സ്റ്റേഷനുകളും ബസ്സുകളുടെ എണ്ണത്തിൽ 14 വർഷം കൊണ്ട് 145% വർധനയുണ്ടായി. 2006-ൽ 620 ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1520 ബസ്സുകളുണ്ട്. 2200 ബസ് സ്റ്റോപ്പുകൾ, ഇതിൽ 680 എണ്ണം ശീതീകരിച്ചത്. ജലഗതാഗത മേഖലയെ ശക്തമാക്കി. യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായി. കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതിനേക്കാളേറെ, അതിന്റെ ഇരട്ടിയിലധികം യാത്രക്കാർ ഇതൊക്കെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുതിയ 20 മേഖലകളിലേക്ക് ബസ് സർവീസ് വരും ദിവസങ്ങളിൽ നീട്ടും. 725 ബസ്സുകൾ പുതുതായി വാങ്ങി. 1212 ടാക്സികൾ രംഗത്തിറക്കും. 17 ബസ് സ്റ്റേഷനുകളും ഡിപ്പോകളും നിർമ്മിക്കും. അങ്ങനെ ഗതാഗത മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ വരും ദിവസങ്ങളിൽ പ്രവാസികൾക്കായി കാത്തിരിപ്പുണ്ട്. ഒപ്പം ഒരുപാട് ദൂരം യാത്ര ചെയ്തവർക്കുള്ള സമ്മാനങ്ങൾ, നിധിവേട്ട, സ്വർണ്ണ സമ്മാനങ്ങളടക്കം നിരവധി സമ്മാനങ്ങളാണ് നവംബറിൽ പ്രവാസികളെ കാത്തിരിക്കുന്നത്.